ഫിൽട്രേഷൻ ഒരു പരിധി, ആ പരിധി കവിഞ്ഞാണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഖരമാലിന്യ സംസ്കരണമാണ് സർക്കാർ പൂർവാധികം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂടെ ലിക്വിഡ് മാലിന്യ സംസ്കരണം ഇനി വന്നു കഴിഞ്ഞാൽ അത് വരേണ്ട ആവശ്യകതയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു 10-20 വർഷത്തിനുള്ളിൽ അതിലേക്ക് തീർച്ചയായിട്ടും സർക്കാരുകൾ കയറേണ്ടി വരും. കാരണം ഓരോ വീട്ടിലും ഈ പറയുന്ന ഇനിയും പ്രളയങ്ങൾ വരും. ഈ തോതിൽ മനുഷ്യര് ഭൂമിയിൽ ഉണ്ടാകുന്ന അത് ഓരോരോ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, നമ്മളുടെ കൈകടത്തൽ കൊണ്ട് മാത്രമേ ഭൂമിക്ക് നാശമുണ്ടാവും, മനുഷ്യന്റെ കൈകടത്തൽ ഉണ്ടാവുന്ന നാശം. അതുകൊണ്ടാണ് ആ പ്രദേശത്ത് ഈ പറയുന്ന സ്ഥലത്ത് 29 മീറ്ററും അത് ശരാശരി മീറ്റർ കണക്ക് മാറ്റിയിട്ട് വെള്ളത്തിൽ ഒഴുകാൻ ഒരു കഴിയാത്ത രീതിയിൽ അതിനപ്പുറത്തേക്ക് പ്ലാസ്റ്റിക്കിന്റെ ഉത്പാദനം ഒരു മീറ്റർ ചെയ്യുന്നത് നമ്മളാണ്. ഉദാഹരണത്തിൽ നടയാപ്പറമ്പ് എന്നുള്ള സ്ഥലമുണ്ട്. നടയാപ്പറമ്പിൽ ഒരാൾ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ആ രീതിയിലുണ്ടാക്കുന്ന റോഡിന്റെ അഴിച്ചാലുണ്ടാകുന്ന സിസ്റ്റം അത് മൊത്തവും ഒഴുകി വന്നിട്ട് അടുത്ത പാടശേഖരമാണോ ആ പാടശേഖരം വന്നെത്തുന്നത് ഈ വളവന്നൂരിന്റെ പാടശേഖരത്തെത്തും. അവിടെ നിന്ന് ചെറിയ മുട്ടത്തിലേക്ക് എത്തും. ചെറിയ മുട്ടത്തിൽ അത് കടന്ന് തിരൂരിലേക്ക്